ഹായ് സ്റ്റുഡൻസ്, നമ്മൾ ലാസ്റ്റ് ക്ലാസ്സിൽ അമീറ്റാനിൻ്റെ മദർ ടങ് എന്ന സ്റ്റോറിയുടെ ഷോർട്ട് സമ്മറിയാണ് ഡിസ്കസ് ചെയ്തത്. നമുക്കൊക്കെ അറിയാവുന്ന പോലെ ഇതൊരു ഡയാസ്പോറിക് ലിറ്ററേച്ചറിൻ്റെ ഭാഗമായിട്ടുള്ള ഡയാസ്പോറിക് ഐഡൻറ്റിറ്റിയുള്ള ആളുകളുടെ പോയംസാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മുഴുവൻ, പോയംസും സ്റ്റോറീസൊക്കെയാണ് നമ്മൾ ഈ മൊഡ്യൂളിൽ മുഴുവൻ ഡിസ്കസ് ചെയ്തത്. ഇതും അതുപോലെ തന്നെ ഒരു ചൈനീസ് അമേരിക്കൻ ആയിട്ടുള്ള അമീറ്റാനിൻ്റെ സ്റ്റോറിയാണ്. ചൈനയിൽ നിന്ന് അമേരിക്കയിലേക്ക് കുടിയേറി പാർത്ത ഒന്നാം തലമുറയും രണ്ടാം തലമുറയൊക്കെ തമ്മിലുള്ള ഡിഫറൻസും അവരനുഭവിക്കുന്ന ചില ഐഡൻറ്റിറ്റി ക്രൈസിസുകളുമാണ് നമ്മൾ ഇതിൽ ഡിസ്കസ് ചെയ്യുന്നത്. മദർ ടങ്ങിൻ്റെ ഒരു ഡീറ്റെയിൽഡ് സമ്മറിയാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. മദർ ടങ് ഈസ് എ പേഴ്സണൽ എസ്സേ ബൈ ദ അമേരിക്കൻ നോവലിസ്റ്റ് അമീറ്റാൻ, originally published in the literary magazine The Threepenny Review in 1990. The piece picks apart the way we use different cadences, versions and argots of English depending on the context within which we are speaking. മദർ ടങ് ഒരു പേഴ്സണൽ എസ്സേയാണ് അമേരിക്കൻ നോവലിസ്റ്റായ അമീറ്റാനിൻ്റെ. ഇത് ലിറ്റററി മാഗസിനായ ദ ത്രീ പെന്നി റിവ്യൂവിൽ 1990 പബ്ലിഷ് ചെയ്യപ്പെട്ടത്. ഇത് ഈ പോയം ദ പീസ് പിക്സ് എപ്പാർട്ട് ദ വേ വി യൂസ് ഡിഫറെൻറ്റ് കാൻഡൻസസ്, മോഡുലേഷൻ ഓർ ഇൻഫ്ലക്ഷൻ ഓഫ് വോയിസ് ആണ് കാൻഡൻസസ്. അതുപോലെ തന്നെ വേർഷൻസ്, വ്യത്യസ്ത രൂപങ്ങൾ, അർഗോട്ട്സ് സ്ലാങ് ഓഫ് എ പെർട്ടിക്കുലർ ഗ്രൂപ്പ്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ഇംഗ്ലീഷിൻ്റെ, പ്രത്യേകിച്ചും ഇംഗ്ലീഷ് ഭാഷയുടെ സ്ലാങ്ങുകൾ, വ്യത്യസ്തങ്ങളായ അർഗോട്ടുകൾ, വേർഷൻസ്, അതുപോലെ തന്നെ കാൻഡൻസസ് ഒക്കെ എങ്ങനെയാണ് ഉപയോഗിക്കപ്പെടുന്നത്, ഡിപ്പെൻഡിങ് ഓൺ ദ കോണ്ടെക്സ്റ്റ് വിത്തിൻ വിച്ച് വി ആർ സ്പീക്കിംഗ്, നമ്മൾ സംസാരിക്കുന്ന സാഹചര്യവുമായി ബന്ധപ്പെടുത്തി അതൊക്കെ എങ്ങനെയാണ് സംസാരിക്കപ്പെടുന്നത് എന്നാണ് പറയുന്നത്. ഫോർ ടാൻ, ദിസ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷസ് ഈസ് പെർട്ടിക്കുലർലി റെസണൻറ്റ് ഫോർ ചിൽഡ്രൻ ഓഫ് ഇമിഗ്രൻ്റ് ഫാമിലീസ്. അപ്പോൾ ടാനിനെ സംബന്ധിച്ചിടത്തോളം ഈ വെറൈറ്റി ഓഫ് ഇംഗ്ലീഷിനെ നമ്മൾ പ്ലൂറലാക്കലില്ല, പക്ഷേ ഈ വെറൈറ്റീസ് വരുന്നത് കൊണ്ട് ഇംഗ്ലീഷസ് പ്രത്യേകിച്ചും ഈ റെസൊണൻ്റ് ആണ്, റിവർബറേറ്റിംഗ് ഡീപ്പ് ആൻഡ് ക്ലിയർ സൗണ്ട് എന്നാണ് ഈ റെസൊണൻ്റ് എന്ന് പറയും. അപ്പോൾ എങ്ങനെയാണ് ആ ചിൽഡ്രൻ ഓഫ് ഇമിഗ്രൻ്റ് ഫാമിലീസ്, ഈ കുടിയേർപ്പാർത്ത ആളുകളുടെ, ഇമിഗ്രൻസിൻ്റെ, ഡയാസ്പോറയുടെ അവരുടെ കുട്ടികൾക്ക് ഇതെങ്ങനെയാണ്, അങ്ങനത്തെ ഫാമിലീസിലെ കുട്ടികൾക്ക് എങ്ങനെയാണ് ഈ ലാംഗ്വേജ്, വ്യത്യസ്തങ്ങളായ ഈ ഇംഗ്ലീഷ്, അവർ അനുഭവിക്കുന്ന ഇംഗ്ലീഷ്, അവരുടെ വീട്ടിലെ ഇംഗ്ലീഷ് വേറെ ആയിരിക്കും, കാരണം അവരുടെ ഒരു മദർ ടങ് ഇൻഫ്ലുവൻസ് ഉള്ള ഇംഗ്ലീഷ് ആവും പറയുന്നത്. കേൾക്കുന്ന അവർ പുറത്തിറങ്ങിയിട്ട് അവർ ചെറുപ്പത്തിലേ തൊട്ട് പഠിച്ച ഇംഗ്ലീഷ് വ്യത്യാസം ഉണ്ടാവും പാരൻസിൽ നിന്ന്. ഹു ആർ ഷേപ്ഡ് ഇൻ ഇൻട്രസ്റ്റിംഗ് വേയ്സ് ബൈ ദ വേ ദേ എക്സ്പീരിയൻസ് ദ ലാംഗ്വേജ് ദാറ്റ് ദെയർ പാരൻസ് ഹാവ് ഹാഡ് ലേൺ ആസ് അഡൽട്ട്സ്. ആ ഭാഷയിലുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ദേ ആർ ഷേപ്ഡ് ഇൻ ഇൻട്രസ്റ്റിംഗ്, അത് ഇൻട്രസ്റ്റിംഗ് ആവുന്ന രീതി എന്താണെന്ന് വെച്ചാൽ അവരുടെ പേരൻസ് ഈ ഭാഷ പഠിച്ചിരിക്കുന്നത്, എക്സ്പീരിയൻസ് ദ ലാംഗ്വേജ്, ഈ കുട്ടികൾ ഭാഷ അനുഭവിക്കുന്നത് അവരുടെ പേരൻസിൽ നിന്നാണ്. പേരൻസ് ആണെങ്കിൽ ദേ ഹാഡ് ലേൺ ആസ് അഡൽട്ട്സ്, ഈ ഭാഷ പഠിച്ചത് അഡൽട്ടുകളായിട്ടാണ്, പ്രായപൂർത്തിയായ ആൾക്കാർ എന്നുള്ള നിലക്കാണ് അവർ ഈ ഭാഷ പഠിച്ചിരിക്കുന്നത്. കുട്ടികളാണെങ്കിൽ ഈ ഭാഷ വളരെ ചെറുപ്പത്തിലേ പഠിച്ചവരുമാണ്. അപ്പോൾ അവർക്ക് ഈ രണ്ട് തരം ഇംഗ്ലീഷിൻ്റെ ഇടയിലുള്ള ഒരു ക്രൈസിസ് അനുഭവിക്കും. ദ എസ്സേ ബിഗിൻസ് വിത്ത് ടാൻ അക്നോളജിങ് ദാറ്റ് ആസ് റൈറ്റർ ഷീ യൂസസ് ലാംഗ്വേജ് ആസ് എ ടൂൾ ഇൻ ഹെർ വർക്ക്. അപ്പോൾ ഫസ്റ്റ് തന്നെ ടാൻ എസ്സേ തുടങ്ങുന്നത് ഇങ്ങനെ തന്നെയാണ്, അവർ അംഗീകരിക്കുന്നു ലാംഗ്വേജിനെ ഒരു വർക്കിൻ്റെ ടൂളായിട്ടാണ് കണക്കാക്കുന്നത്. ഇറ്റ് ഈസ് ഹൗ ഷീ കൺവേസ് ഹെർ ഐഡിയാസ്, ആ ടൂൾ ഉപയോഗിച്ചാണ് അവരുടെ ഐഡിയ കൺവേ ചെയ്യുന്നത്. ബട്ട് ഷീ ഡിസ്ക്രൈബ്സ് സഡൻലി ബീയിങ് അക്യൂട്ട്ലി അവെയർ ഓഫ് ദ വെറൈറ്റി വേർഷൻസ് ഓഫ് ഇംഗ്ലീഷ് ഇൻ ഹെർ ലൈഫ്. അങ്ങനെ പെട്ടെന്ന് തന്നെ അവർ ഡിസ്ക്രൈബ് ചെയ്യുന്നത് വൈഡ് വെറൈറ്റി ഓഫ് ഇംഗ്ലീഷ്, വേർഷൻസ് ഓഫ് ഇംഗ്ലീഷ്, വെറൈറ്റി ഓഫ് വേർഷൻസ് ഓഫ് ഇംഗ്ലീഷിൻ്റെ വ്യത്യസ്ത രൂപങ്ങൾ അവരുടെ ജീവിതത്തിൽ എത്രത്തോളം സ്വാധീനം ചെലുത്തി എന്ന് പറയുന്നുണ്ട്. വെൻ ഗിവിങ് ആൻ അക്കാദമിക് ടോക്ക് അബൌട്ട് ഹെർ നോവൽ ദ ജോയ് ലക്ക് ക്ലബ് എന്നുള്ളത് അവരുടെ പ്രശസ്തമായ നോവലാണ്. ആ നോവലുമായി ബന്ധപ്പെട്ട ഒരു അക്കാദമിക് ടോക്കിനിടയിൽ അവരനുഭവിക്കേണ്ടി വന്ന ചില പ്രശ്നങ്ങളെക്കുറിച്ചാണ് പറയുന്നത്. ഓൾദോ ഷീ ഹാഡ് ഗിവൺ വേർഷൻസ് ഓഫ് ദിസ് ടോക്ക് ബിഫോർ, മുമ്പും ഈ ടോപ്പിക്കിനെ കുറിച്ച് ഒരുപാട് അവരെന്ത് ചെയ്തിട്ടുണ്ട്, ഈ ടോക്ക് ഇങ്ങനെ അക്കാദമിക് ടോക്കുകൾ നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇത്തവണ അവൾക്ക് സംസാരിക്കുമ്പോൾ അവൾ പറയുന്നത് തെറ്റായി പോകുന്നു എന്ന് അവൾക്ക് സംശയിക്കുന്നുണ്ടാകുന്നു, തെറ്റായി പോകുന്നു എന്ന്
ആശങ്കപ്പെടുന്നു. കാരണം അവളുടെ അമ്മയും ആ റൂമിലുണ്ടായിരുന്നു. ഷീ ഹാഡ് നെവർ സ്പോക്കൺ ദ അക്കാദമീസ്. അമ്മ അക്കാദമീസിൽ സംസാരിച്ചിട്ടില്ല. ഷീ വാസ് യൂസിങ് ടു അഡ്രസ് എൻ ഓഡിയൻസ് ഓഫ് ലിറ്റററി സ്കോളേഴ്സ് വിത്ത് ഹെർ മാം. അക്കാദമീസിൽ അക്കാദമിക് ക്വാളിഫിക്കേഷൻസ് ഉള്ള അങ്ങനെയുള്ള ഒരു ഓഡിയൻസിൻ്റെ കൂടെ അമ്മയെയും കൂടി ഇരുത്തുമ്പോൾ ലിറ്റററി സ്കോളേഴ്സ് പ്ലസ് മോം അവൾക്ക് ആ ഭാഷയിൽ മിസ്റ്റേക്ക് ഉള്ളതുപോലെ തോന്നുന്നു എന്നാണ്. Later she realized that versions of English she uses with her mother and close family is kind of short and broken English that replicates some of the idiosyncrasies of a native speaker of Chinese who had learned English as an adult rather than as a child. പിന്നെ അവൾ തിരിച്ചറിഞ്ഞു, ഷീ റിയലൈസ്ഡ്, അവൾ സംസാരിക്കുന്ന ഭാഷ വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ഷീ യൂസസ് വിത്ത് ഹെർ മദർ, അമ്മനോടും ക്ലോസ് ഫാമിലിയിലുള്ള ആളുകളോടൊക്കെ സംസാരിക്കുന്നത് ഒരു തരം ബ്രോക്കൺ ഇംഗ്ലീഷാണ് എന്ന് അവൾ തിരിച്ചറിഞ്ഞു. ആ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത ദാറ്റ് റെപ്ലിക്കേറ്റ്സ്, അത് പ്രതിഫലിപ്പിക്കുന്നുണ്ട് അല്ലെങ്കിൽ ക്ലിയർ ആയിട്ട് കാണിച്ചു തരുന്നു. സം ഓഫ് ദ ഇഡിയോസിൻക്രസീസ് ഓഫ് എ നേറ്റീവ് സ്പീക്കർ ഓഫ് ചൈനീസ് സംസാരിക്കുന്ന ഒരു നേറ്റീവ് സ്പീക്കർ who had learned English as an adult rather than as a child. ഒരു കുട്ടിയായിരിക്കുമ്പോഴല്ല, പ്രായം ചെന്നതിന് ശേഷം ഇംഗ്ലീഷ് പഠിച്ച ഒരു ചൈനീസ് മാതൃഭാഷയുള്ള ഒരാളുടെ ഇംഗ്ലീഷിലുണ്ടാകുന്ന ഇഡിയോസിൻക്രസീസ് ഒക്കെ ഉള്ള ഒരു ഭാഷയാണ് അവൾ വീട്ടിൽ സംസാരിക്കുന്നത് എന്ന് അവൾക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞു. then transcribes a story her mother told her about the importance of showing respect for a family by coming to a wedding in Chinese custom. അങ്ങനെ ഈ ഒരു കഥ ട്രാൻസ്ക്രൈബ് ചെയ്തു. അമ്മ പറഞ്ഞ കഥ തിരുത്തി ട്രാൻസ്ക്രൈബ് ചെയ്യുക, മൊഴിമാറ്റം നടത്തുക എന്ന് വെച്ചാൽ ഈ ഭാഷ നന്നാക്കി എഴുതുക. അപ്പോൾ അങ്ങനെ ട്രാൻസ്ക്രൈബ് ചെയ്തു. ട്രാൻസ്ലേറ്റ് വേറെ ഭാഷയിൽ നിന്ന് മാറ്റുകയാണ്. ഇത് ഒരു ഭാഷയിൽ തന്നെ കുറച്ചുകൂടി നന്നാക്കുക. അപ്പോൾ ഫോണിറ്റിക്സിൽ ആക്കി പറയുന്നതിന് ട്രാൻസ്ക്രിപ്ഷൻ എന്നാണ് പറയുക. മെഡിക്കൽ ട്രാൻസ്ക്രിപ്ഷൻ എന്ന് കേട്ടിട്ടുണ്ടാവും. എഴുതിയത് കുറച്ചും കൂടി ക്ലാരിറ്റിയിലേക്ക് കൊണ്ടുവരിക. അപ്പോൾ അങ്ങനെ ആ ഒരു കഥ എഴുതി അമ്മ പറഞ്ഞു കൊടുത്തത്. ഇമ്പോർട്ടൻസ് ഓഫ് ഷോയിങ് റെസ്പെക്ട് ഫോർ ഫാമിലി ബൈ കമ്മിങ് വെഡിങ് ഇൻ ചൈനീസ് കസ്റ്റമിൽ വിവാഹത്തിലേക്ക് ആകുമ്പോൾ ഉണ്ടാകാവുന്ന റെസ്പെക്റ്റ് കാണിക്കേണ്ടുന്ന രീതിയെക്കുറിച്ചൊക്കെ. ഓൾദോ ടാൻസ് മദർ ഈസ് വെരി ഫ്ലുവൻ്റ് ഇൻ ഇംഗ്ലീഷ്. ഇനി ടാൻ്റെ മദർ ഇംഗ്ലീഷിൽ വളരെ ഫ്ലുവൻ്റ് ആണ്, പ്രത്യേകിച്ചും ഇൻ റിട്ടൺ വേർഷൻ ഓഫ് റിട്ടൺ വേർഷനിൽ അവൾ വളരെ ഫ്ലുവൻ്റ് ആണ്, നന്നായി ഇംഗ്ലീഷ് ഭാഷ അറിയാവുന്ന സ്ത്രീയാണ്. പക്ഷേ കുഴപ്പം എന്താണ്, അത് റിട്ടൺ ഇംഗ്ലീഷിലേ പറ്റുള്ളൂ. ആക്സെൻ്റ് ആൻഡ് ചോപ്പി സ്പോക്കൺ ഗ്രാമർ മേക്സ് ഹെർ ഹാർഡ് ടു അണ്ടർസ്റ്റാൻഡ് ഫോർ സം ഓഫ് ടാൻസ് ഫ്രണ്ട്സ്. അമ്മ വളരെ ഫ്ലുവൻ്റ് ആയിരുന്നെങ്കിൽ പോലും ടാനിൻ്റെ ചില സുഹൃത്തുക്കൾക്കൊന്നും അമ്മയുടെ ഇംഗ്ലീഷ് മനസ്സിലാവുന്നുണ്ടായില്ല. കാരണം അമ്മയുടെ ഈ ചോപ്പി സ്പോക്കൺ ഗ്രാമറും ആക്സെൻറ്റും ഒക്കെ ആയിരുന്നു പ്രശ്നം. However, Tan hears her mother's speech as fluid and natural. എന്നാൽ ടാനിന് അത് നല്ല ഫ്ലൂയിഡ് ആൻഡ് നാച്ചുറൽ ആയിട്ട് തോന്നുന്നു. കാരണം എന്താ, ഷീ ഹാസ് ഗ്രോൺ അപ്പ് ഹിയറിങ് ഹെർ മദേഴ്സ് വേർഷൻ ഓഫ് ഇംഗ്ലീഷ് ഓൾ ഹെർ ലൈഫ്. അത് കേട്ടാണ് വളർന്നത്. അപ്പോൾ അതുകൊണ്ട് അതൊരു കുഴപ്പമായിട്ട് ടാനിന് തോന്നുന്നില്ലെങ്കിലും അവളുടെ ഫ്രണ്ട്സിന് അവളുടെ അമ്മയുടെ ഭാഷ മനസ്സിലാക്കാൻ വലിയ ബുദ്ധിമുട്ടായിരുന്നു. ഷീ അണ്ടർസ്റ്റാൻഡ്സ് ഇറ്റ് കംപ്ലീറ്റ്ലി ആൻഡ് വിത്തൗട്ട് എഫേർട്ട്. അവൾക്കത് ബുദ്ധിമുട്ടില്ലാതെ വളരെ സുഖമായിട്ട് മനസ്സിലാവുമെങ്കിലും ഫ്രണ്ട്സിന് അതത്ര എളുപ്പമായിരുന്നില്ല. സ്റ്റിൽ വെൻ ഷി വാസ് ഗ്രോയിങ് അപ്പ് ടാൻ വാസ് അഷെയിംഡ് ഓഫ് ദ വേ ഹെർ മദർ എക്സ്പ്രസ്ഡ് ഹെർ സെൽഫ് ഇൻ ഇംഗ്ലീഷ്. വളർന്നപ്പോൾ ടാനിനും അത് അമ്മയുടെ ഇംഗ്ലീഷ് അത്ര സുഖകരമല്ല എന്നൊരു ഫീൽ ഉണ്ടായി. എക്സ്പ്രസ്ഡ് ഹെർ സെൽഫ് ഇൻ ഇംഗ്ലീഷ് എസ്പെഷ്യലി വെൻ ഷി സോ സെയിൽസ് പീപ്പിൾ ഇൻ സ്റ്റോഴ്സ്. കടകളിൽ സെയിൽസ് പീപ്പിളിനെ കാണുമ്പോൾ, അല്ലെങ്കിൽ ബാങ്ക് ടെല്ലേഴ്സ് ബാങ്കിലെ പണം കൊടുക്കുന്ന ആൾക്കാർ, ടെല്ലേഴ്സ് ഇഗ്നോർഡ് ഹെർ ഓർ ഡീമീൻഡ് ഹെർ, അവളെ അവഗണിക്കുകയോ ഡീമീൻ ചെയ്യുകയോ ചെയ്യും. ഈ മുറി ഇംഗ്ലീഷ് പറയുന്ന, ഫ്ലുവൻ്റ് അല്ലാത്ത ഇംഗ്ലീഷ് പറയുന്നവരെ അമേരിക്കയിൽ പ്രത്യേകിച്ചും അവരെന്ത് ചെയ്യില്ല, പുറത്തുനിന്ന് വന്ന ആളെന്നുള്ള നിലയ്ക്ക് ഡീമീൻ ചെയ്യും. എന്നാൽ it seemed although society was telling Tan that her mother's limited speech was a huge and embarrassing problem. ഇത് ടാനിന് ഫീൽ ചെയ്യുന്നത് സമൂഹം അവരോട് പറയുന്നു ഈ മുറി ഇംഗ്ലീഷ് അതൊരു വലിയ പ്രശ്നമാണ്. അമ്മയുടെ ഈ ലിമിറ്റഡ് സ്പീച്ച്, ഈ പരിമിതി ഉണ്ടല്ലോ, സംഭാഷണത്തിലെ പരിമിതി, അതൊരു എംബരാസിങ് ഹ്യൂജ് പ്രോബ്ലം ആണ് എന്ന് പറയുന്നതായിട്ട് തോന്നി. ആൻഡ് കൺവേഴ്സ്ലി നോയിങ് ഹൗ ഷീ വാസ് പെർസീവ്ഡ്, എങ്ങനെയാണ് അവൾ പെർസീവ് ചെയ്യപ്പെടുന്നത്, ബിക്കം അവെയർ ഓഫ് ആൻഡ് കോൺഷ്യസ് ഓഫ്, കാര്യങ്ങളെക്കുറിച്ച് എങ്ങനെയാണ് ബോധ്യപ്പെടുന്നത് എന്ന് അവൾക്ക് മനസ്സിലായി. ടോൺസ് മദർ വുഡ് മേക്ക് ഹെർ ഡോട്ടർ പ്രിറ്റൻഡ് ടു ബി ഹെർ
on the phone in order to get a kind of treatment that unaccented English receives. അപ്പോൾ ഈ അൺആക്സെൻറ്റഡ് ഇംഗ്ലീഷ്, ആക്സെൻ്റ് ഇല്ലാത്ത, കൃത്യമായ ആക്സെൻറ്റിലല്ലാത്ത ഈ ഇംഗ്ലീഷ് സംസാരത്തിൽ നിന്ന്, അതിൻ്റെ പ്രശ്നങ്ങളിൽ നിന്നും അതുകൊണ്ടുണ്ടാകുന്ന ട്രീറ്റ്മെൻറ്റിനെ മറികടക്കാനായിട്ട് ഫോണിൽ പലപ്പോഴും അമീറ്റാനെ കൊണ്ട് അമ്മയാണ് എന്നുള്ള നിലയ്ക്ക് അമ്മയുടെ പോലെ സംസാരിക്കാനായിട്ട് പറയുമായിരുന്നു. അപ്പോൾ അവൾ ആക്സെൻറ്റഡ് ഇംഗ്ലീഷ് അല്ല, അവൾ നല്ല ഇംഗ്ലീഷാണ് സംസാരിക്കുന്നത്. അപ്പോൾ അത് കേട്ടിട്ട് പരിഗണനകൾ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെ സംസാരിക്കാറുണ്ട്. വൺ ഫണ്ണി റിസൾട്ട് ഓഫ് ദിസ് ആഫ്റ്റർ കോളിംഗ് ഹെർ മോം സ്റ്റോക്ക് ബ്രോക്കർ. അപ്പോൾ ഒരു തവണ അമ്മയെന്ന് പറഞ്ഞിട്ട് സ്റ്റോക്ക് ബ്രോക്കറെ മീറ്റാൻ വിളിച്ചു. കാര്യങ്ങൾ അങ്ങനെയാണ് നടക്കുന്നത്. അപ്പോൾ സ്റ്റോക്ക് ബ്രോക്കറോട് കംപ്ലയിൻറ്റ് ചെയ്തു, പണം കിട്ടാനുള്ള ഡിലേനെ കുറിച്ചൊക്കെ കംപ്ലയിൻറ്റ് ചെയ്തപ്പോൾ ടാൻ വിളിച്ചിട്ട് അമ്മയാണെന്നുള്ള നിലയ്ക്ക് സംസാരിച്ചു. ടാൻ ലേറ്റർ സോ ഹിം വെൻ ഹെർ മോം വെൻറ്റ് ടു സീ ഹിം ഇൻ പേഴ്സൺ. പിന്നെ ഒരിക്കൽ അമീറ്റാൻ എന്ത് ചെയ്ത്, അയാളെ ഇൻ പേഴ്സൺ കാണാൻ പോകുന്ന സമയത്ത് അമീറ്റാനും കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അമ്മയുടെ എല്ലിങ് അറ്റ് ഹിം വിത്ത് എ ഹെവി ആക്സെൻറ്റ്, അമ്മ അയാളടുത്ത് ബഹളം ഉണ്ടാക്കി വെച്ചെടുത്തു. അമ്മയുടെ ഈ ഹെവി ആക്സെൻറ്റ് വെച്ചിട്ടാണ് സംസാരിച്ചത്. അയാളാകെ സർപ്രൈസ്ഡ് ആയിരുന്നു, മുമ്പ് സംസാരിച്ച ആളെയല്ലല്ലോ എന്ന് വിചാരിച്ചതുപോലെ. വൺ ലെസ് ഫണ്ണി റിസൾട്ട് ആഫ്റ്റർ ബീയിങ് ഡയഗ്നോസ്ഡ് വിത്ത് എ ബിഗിൻ ബ്രെയിൻ ട്യൂമർ. അപ്പോൾ പിന്നെ ഒരു അത്ര ഫണ്ണി അല്ലാത്ത റിസൾട്ട് ഇതാണ്. ഒരു തവണ അമ്മയുടെ ഡയഗ്നോസ് ചെയ്തു, ബ്രെയിൻ ട്യൂമറാണ് തിരിച്ചറിഞ്ഞു. ടാൻസ് മോം കോൾഡ് ടു ദ ഹോസ്പിറ്റൽ ടു ഗെറ്റ് കോപ്പീസ് ഓഫ് ഹെർ കാറ്റ് സ്കാൻ ഇൻ ഓർഡർ ടു അണ്ടർസ്റ്റാൻഡ് ഹെർ എക്സാക്റ്റ് ഡയഗ്നോസിസ്. അപ്പോൾ ടാനിൻ്റെ അമ്മ ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. കാറ്റ് സ്കാനിൻ്റെ ഒരു സ്കാൻ റിപ്പോർട്ടിനെ കുറിച്ചാണ്, ഒരു CT സ്കാനൊക്കെ പോലെയുള്ള കാറ്റ് സ്കാനിൻ്റെ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട്, എക്സാക്റ്റ് ഡയഗ്നോസിസിന് വേണ്ടിയിട്ട് ആ കോപ്പി കിട്ടാൻ വേണ്ടിയിട്ട് ഹോസ്പിറ്റലിലേക്ക് വിളിച്ചു. ഒരുപാട് അവൾ ഡെസ്പൈറ്റ് ഹെർ പ്ലീസ് ദാറ്റ് ഹെർ ഹസ്ബൻഡ് ആൻഡ് സൺ ഹാഡ് ഡൈഡ് ഓഫ് ബ്രെയിൻ ട്യൂമേഴ്സ്. എൻ്റെ മകനും ഭർത്താവും ബ്രെയിൻ ട്യൂമർ വന്നാണ് മരണപ്പെട്ടത് എന്നൊക്കെ പറഞ്ഞിട്ടും, അതുകൊണ്ട് അവൾ വളരെ വറീഡാണെന്നും പറഞ്ഞിട്ടും ഹോസ്പിറ്റൽസ് മിസ്പ്ലേസിങ് ഹെർ ടെസ്റ്റ് റിസൾട്ട്, ഹോസ്പിറ്റലിന് അത് കറക്റ്റ് സമയത്ത് കൊടുക്കാൻ കഴിഞ്ഞില്ല. അവളുടെ ടെസ്റ്റ് റിസൾട്ട് അവർ മാറി എവിടെയോ വെച്ചു. അപ്പോൾ അതിനൊന്ന് അപ്പോളജൈസ് ചെയ്യാൻ പോലും അവർ തയ്യാറായില്ല. ബട്ട് വെൻ ടാൻ കോൾസ്, അങ്ങനെ പിന്നെ ടാൻ വിളിക്കുകയായിരുന്നു, സ്പീക്കിംഗ് വിത്തൗട്ട് ആൻ ആക്സെൻറ്റ്. ഈ പ്രശ്നമില്ലാതെ ടാൻ അമേരിക്കൻ ഇംഗ്ലീഷിൻ്റെ ഫ്ലോയിൽ സംസാരിച്ചു. The hospital representatives deeply apologetic and promised to correct the error. ഹോസ്പിറ്റൽ അതോറിറ്റീസ് മാപ്പ് പറഞ്ഞു, തെറ്റ് തിരുത്താൻ തയ്യാറാണ് എന്നൊക്കെ പറഞ്ഞ് അവളോട് മാപ്പ് ചോദിക്കുകയും ചെയ്തു. ടാൻ വണ്ടേഴ്സ് വെദർ ദ വേ ഹെർ ഫാമിലി സ്പോക്ക് ഇംഗ്ലീഷ് കുഡ് ഹാവ് ലിമിറ്റഡ് ഹെർ ഓപ്പർച്യൂണിറ്റീസ് ഇൻ ലൈഫ്. ടാൻ സംശയിക്കുന്നുണ്ട് തൻ്റെ അവസരങ്ങളെ, ഓപ്പർച്യൂണിറ്റീസിനെ ഇവരുടെ ഇംഗ്ലീഷ് സംസാരം ലിമിറ്റ് ചെയ്യുന്നുണ്ടോ എന്ന്. ഓൺ എ വെറൈറ്റി ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് her result showed that math was by far her strong suit and that her English skill were only mediocre. ഒരുപാട് ടെസ്റ്റുകളിലെ റിസൾട്ട്, അച്ചീവ്മെൻറ്റ് ടെസ്റ്റുകളിലെ റിസൾട്ട് കാണിച്ചത് അവളുടെ സ്ട്രോങ് സ്യൂട്ട് അവൾക്ക് മാത്സ് ആണെന്നാണ്. മാത്സ് വളരെ സ്ട്രോങ് ആണെന്നും ഇംഗ്ലീഷ് ഒരു മീഡിയോക്കർ ലെവലിലുള്ളൂ എന്ന് പറഞ്ഞു. ഷീ ഫൗണ്ട് മൾട്ടിപ്പിൾ ചോയ്സ് മാത്ത് ടെസ്റ്റ് ഈസി ബിക്കോസ്, മാത്സിലെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് വളരെ ഇഷ്ടമായിരുന്നു അവൾക്ക്. കാരണം ഒരു ഒറ്റ ഉത്തരമല്ലേ ഉള്ളൂ, വൺ ആൻസർ, ഒറ്റ വാക്കിൽ ഉത്തരം എഴുതിയാൽ മതിയല്ലോ. വേറാസ് ലാംഗ്വേജ് ക്വസ്റ്റ്യൻ ഓൾവേസ് സീംഡ് മോർ നോൺസ്ഡ് ആൻഡ് ഷീ കുഡ് ആർഗ്യൂ ഓവർ ദ ആൻസർ ചോയ്സസ്. അപ്പോൾ ഈ മറ്റ് ലോങ് ആൻസർ ക്വസ്റ്റ്യൻസ്, ലാംഗ്വേജ് ക്വസ്റ്റ്യൻസൊക്കെ അവൾക്ക് ആകെ ഒരു നോൺസ്ഡ് എന്നാണ് പറയുക. ക്യാരക്ടറൈസ്ഡ് ബൈ സബ്റ്റിൽ ഷെയ്ഡ്സ് ഓഫ് മീനിങ്. ഒരുപാട് ഉത്തരങ്ങളുള്ളതുപോലെ മീനിങ്ങിൻ്റെ വ്യത്യസ്ത ഷെയ്ഡുകളിലൊക്കെ അവൾക്ക് കൺഫ്യൂഷൻ ഉണ്ടാകുന്നുണ്ടായിരുന്നു. ആൻസറിനെ കുറിച്ച് തന്നെ അവളുടെ ഉള്ളിൽ ഒരു ആർഗ്യുമെൻറ്റ് നടക്കുമായിരുന്നു. വൺ എക്സാമ്പിൾ ഈസ് ആൻ അനോളജീസ് ക്വസ്റ്റ്യൻ വിച്ച് ആസ്ക്ഡ് സൺസെറ്റ് ഈസ് ടു നൈറ്റ് ഫോൾ ആസ്. ഇങ്ങനൊരു ചോദ്യം, സൺസെറ്റിന് നൈറ്റ് ഫോള്, സൺസെറ്റും നൈറ്റ് ഫോളും അങ്ങനെ എന്താണ് എന്നാണ്. സൺസെറ്റ് ഈസ് ടു നൈറ്റ് ഫോൾ ആസ്. അതിൻ്റെ ഉത്തരം വിച്ച് ടാൻ ഫൗണ്ട് ഹാർഡ് ടു ആൻസർ ബിക്കോസ് ഷീ കുഡ് പോസിബിളി കണക്ട് ദ പോസിബിൾ അനലോജി പെയേഴ്സ് ദോ ഇമാജിനേറ്റീവ് ലീപ്സ് ഓഫ് ലോജിക്. അപ്പോൾ ലോജിക്കിൻ്റെ ഇമാജിനേറ്റീവ് ലീപ്സ് ഇല്ലാത്തത് കൊണ്ട്, അല്ലെങ്കിൽ ആ ഭാഷയിൽ അത്ര ഒരു ഫ്ലുവൻസി കടന്നു വരാത്തത് കൊണ്ട് അവൾക്ക് അത് ഉത്തരം എഴുതാൻ വലിയ ബുദ്ധിമുട്ടായിട്ട് തോന്നി. ദ അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് പ്രോബ്ലം ഈസ് ഇൻ ജസ്റ്റ് അബൌട്ട് കോളേജ് അപ്ലിക്കേഷൻസ്. ഇനി കോളേജിൽ ചേരുന്ന ആപ്ലിക്കേഷൻസ് അതുമായി ബന്ധപ്പെട്ട് മാത്രമല്ല. rather ടാൻ wonders whether this immigrant family English could be part of the reason that there aren't more Asian American authors. ഈ ഇമിഗ്രൻ്റ് ഫാമിലി ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ഈ കുടിയേറി പാർത്ത ആളുകളുടെ ഇംഗ്ലീഷ്, അതായിരിക്കുള്ളൂ കാരണം ഏഷ്യൻ അമേരിക്കൻ ഓതേഴ്സ് അധികം ഇല്ലാത്തതിന് കാരണം. വൈ ദർ ഈസിൻ്റെ
proportionately representative number of Asian American students in creative writing program. ക്രിയേറ്റീവ് റൈറ്റിംഗ് പ്രോഗ്രാമുകളിലൊക്കെ നല്ല നമ്പർ ഓഫ് ഏഷ്യൻ അമേരിക്കൻ സ്റ്റുഡൻസ് പങ്കെടുക്കാറുണ്ട്. ആഫ്റ്റർ ഓൾ, ഇഫ് ദേ ഓൾ ടെൻ ടു ഡു ബെറ്റർ ഓൺ ദ മാത്ത് പാർട്ട് ഓഫ് അച്ചീവ്മെൻറ്റ് ടെസ്റ്റ് ബിക്കോസ് ഹൗ ദെയർ പാരൻസ് സ്പീക്ക്, then maybe they are being guided towards those fields by well-meaning but misguided teachers. അപ്പോൾ ഏഷ്യൻ അമേരിക്കൻ കുട്ടികൾ അവിടെ പഠിക്കാത്തത് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ ഇല്ലാത്തത് കൊണ്ടോ ക്രിയേറ്റീവ് റൈറ്റിങ്ങിൽ അവരില്ലാത്തത് കൊണ്ടൊന്നുമല്ല. പിന്നെ എന്താണ്, അവർ കുറേ കൂടി നന്നാവുക മാത്സിലായിരിക്കുള്ളൂ ഇന്ത്യൻ സ്റ്റുഡൻസ്, അവർ അച്ചീവ്മെൻറ്റ് ടെസ്റ്റിലൊക്കെ. അപ്പോൾ അതുകൊണ്ട് പാരൻസിനോട് സംസാരിക്കുമ്പോഴൊക്കെ ടീച്ചേഴ്സ് പലപ്പോഴും അവർ വെൽ മീനിങ് നല്ല ഉദ്ദേശത്തിലാണ്, പക്ഷെ ഒരു തെറ്റിദ്ധാരണയുടെ പുറത്ത് അവർ കുട്ടികളെയൊക്കെ ഈ അങ്ങനെയുള്ള പാർട്ടിലേക്ക് പറഞ്ഞയക്കുന്ന മാറ്റിവിടുന്ന ഒരു രീതി അവരിലുണ്ട് എന്നാണ്. മിസ്ഗൈഡഡ് ടീച്ചേഴ്സ് എന്നതാണ്. ടീച്ചേഴ്സ് അത് തെറ്റിദ്ധാരണയാണ്, ഇന്ത്യൻ കുട്ടികൾക്ക് മാത്സാണ് കൂടുതൽ വഴങ്ങുക എന്ന് അവർ കരുതി അവർ ആ രൂപത്തിൽ അവരെ ഗൈഡ് ചെയ്യുന്നത് കൊണ്ട് സംഭവിക്കുന്നതാണ് എന്നാണ്. Tan rebelled against this science and math version of herself by switching from her permed major to English. Tan rebelled against the science and maths version. ഈ സയൻസ് ആൻഡ് മാത്ത് വേർഷനോട് ടാൻ റിബൽ ചെയ്തു. എന്നിട്ട് ഫ്രം ഹെർ പ്രംഡ് മേജർ ടു ഇംഗ്ലീഷ്, അവൾ ഇംഗ്ലീഷിലേക്ക് മാറി. ആൻഡ് ഷീ അഗെയിൻ റിബൽഡ് അഗെയിൻസ്റ്റ് ദ ബോസ് who told her she couldn't write by starting to write non-fiction. അപ്പോൾ പിന്നെ അവളുടെ ഒരു ബോസിനോടും അവൾ ഇതേപോലെ തന്നെ റിബൽ ചെയ്തിരുന്നു. അയാൾ അവളോട് പറഞ്ഞു ഷീ കുഡിൻറ്റ് റൈറ്റ് ബൈ സ്റ്റാർട്ടിങ് ടു റൈറ്റ് നോൺ ഫിക്ഷൻ എഴുതി തുടങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞ ഒരു ബോസ് ഉണ്ടായിരുന്നു അവൾക്ക്. അവരോടും അവളൊരു ഇതേപോലെ തന്നെ ഒരു ഫൈറ്റിലൂടെ എന്ത് ചെയ്തു, ലേറ്റർ ബെസ്റ്റ് സെല്ലിംഗ് ആൻഡ് അവാർഡ് വിന്നിങ് ഫിക്ഷൻ്റെ ഓതറായിട്ട് അവൾ അയാളോടും പ്രതികാരം ചെയ്തു എന്നാണ്. സ്റ്റിൽ ഹർ ഏർലി റൈറ്റിംഗ്സ് വാസ് ട്രൈങ് ടു പ്രൂവ് ദാറ്റ് ഷീ ഹാഡ് മാസ്റ്ററി അവർ ഇംഗ്ലീഷ്. എങ്കിലും അവളുടെ ആദ്യകാലത്തെ ഇംഗ്ലീഷിൻ്റെ പ്രത്യേകത അവൾക്ക് ഇംഗ്ലീഷ് ഭാഷയിൽ മാസ്റ്ററി ഉണ്ട് എന്ന് കാണിക്കാൻ വേണ്ടിയായിരുന്നു. ഈ ഒരു കോംപ്ലക്സ് ഉള്ളിൽ കിടക്കുന്നുണ്ട്. ഷീ യൂസ് ടു ഫ്ലവറി ഓവർലി കോംപ്ലിക്കേറ്റഡ് വൊക്കാബുലറി ആൻഡ് സിൻടാക്സ് ടു ഡെമോൺസ്ട്രേറ്റ് ഹൗ വെൽ ഷീ കുഡ് റൈറ്റ്. അവൾ വളരെ ഫ്ലവറി ആയിട്ടുള്ള ഭാഷ, അതേപോലെ തന്നെ വളരെ കോംപ്ലിക്കേറ്റഡ് ആയിട്ടുള്ള വൊക്കാബുലറി, സിൻടാക്സ് ഒക്കെ ഉപയോഗിച്ച് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ ശ്രമിച്ചു. അവൾക്ക് എത്ര നന്നായി എഴുതാൻ കഴിയും എന്ന് ഡെമോൺസ്ട്രേറ്റ് ചെയ്യാൻ. ഇവഞ്ച്വലി ഷീ റിയലൈസ്ഡ് ദാറ്റ് ടു റൈറ്റ് വെൽ ഷീ നീഡഡ് ടു ഇമാജിൻ എ റീഡർ. അങ്ങനെ കുറേ എഴുതി കഴിഞ്ഞപ്പോൾ അവൾക്ക് മനസ്സിലായി ഇതല്ല അതിൻ്റെ രീതിയെന്ന്. നന്നായിട്ട് എഴുതണമെങ്കിൽ അവളൊരു റീഡറെ മനസ്സിൽ കാണണം, എന്നിട്ട് അവർക്ക് വേണ്ടി എഴുതണം. അവളുടെ റീഡറെ അവൾ ആദ്യം കാണണം എന്നവൾ തിരിച്ചറിഞ്ഞു. ആൻഡ് ദ റീഡർ ഷീ ഇമാജിൻഡ് വാസ് ഹെർ മദർ. അങ്ങനെ അവൾ ഇമാജിൻ ചെയ്ത റീഡർ അവളുടെ അമ്മയായിരുന്നു. സോ ഷീ ട്രൈഡ് ടു ക്രിയേറ്റ് ആൻ ഇംഗ്ലീഷ് ദാറ്റ് വാസ് ട്രൂ ടു വാട്ട് ഷീ ഇമാജിൻഡ് ഹെർ മദേഴ്സ് ഇൻറ്റേർണൽ ഇംഗ്ലീഷ് മോണോലോഗ് വുഡ് ബി ലൈക്ക്. അപ്പോൾ അതുകൊണ്ട് അവൾ എഴുതിയത് അങ്ങനെ ഒരു ഭാഷയിലാണ്. അതും അവൾ എഴുതി നോക്കി, വളരെ ഫ്ലവറി ലാംഗ്വേജിൽ എഴുതി. അത് കഴിഞ്ഞിട്ട് അവൾ അമ്മയ്ക്ക് വേണ്ടി എഴുതി. അപ്പോൾ അമ്മയുടെ ഉള്ളിലുള്ള ഇൻറ്റേർണൽ ഇംഗ്ലീഷ് മോണോലോഗ്, അമ്മ സ്വയം ഉള്ളിൽ സംസാരിക്കുന്ന ഇംഗ്ലീഷ് ഇന്നതായിരിക്കും എന്ന് മനസ്സിൽ കണ്ടിട്ട് അവൾ എഴുതുകയായിരുന്നു ചെയ്തത്. എ വേർഷൻ സംവെയർ ബിറ്റ്വീൻ ഇംഗ്ലീഷ് ആൻഡ് ചൈനീസ്. ഇംഗ്ലീഷിൻ്റെയും ചൈനീസിൻ്റെയും ഇടയിലുള്ളൊരു വേർഷനായിരുന്നു സത്യത്തിൽ അത്. ദ സെൻസ് വിത്ത് ദ ലൈൻ ഐ ന്യൂ ഐ ഹാഡ് സക്സീഡഡ്. അവസാനിപ്പിക്കുന്നത് ഇങ്ങനെയാണ്, എനിക്ക് മനസ്സിലായി ഞാൻ സക്സീഡ് ചെയ്തു എന്ന്. വേർ ഇറ്റ് കൗണ്ടഡ് വെൻ മൈ മദർ ഫിനിഷ്ഡ് റീഡിങ് മൈ ബുക്ക്. ഒരിക്കലും ഞാൻ അമ്മയ്ക്ക് എൻ്റെ ബുക്ക് കൊടുത്തു. അമ്മ എൻ്റെ ബുക്ക് വായിച്ചു കഴിഞ്ഞിട്ട് എന്നോട് പറഞ്ഞു, ഒരു വേർഡിക്റ്റ് പറഞ്ഞു, സോ ഈസി ടു റീഡ്. നന്നായി വായിക്കാൻ പറ്റുന്നുണ്ട്, വളരെ എളുപ്പമുണ്ടല്ലോ എന്നമ്മ പറഞ്ഞപ്പോഴാണ് എൻ്റെ എഫേർട്ടുകൾ ഫുൾഫിൽ ചെയ്തു, സക്സസ്ഫുള്ളായി എന്ന് ഞാൻ തിരിച്ചറിഞ്ഞത്. ഓക്കെ, അപ്പോൾ നമ്മളുടെ എസ്സേയുടെ ഡീറ്റെയിൽഡ് സമ്മറി ഇതാണ്. അതൊന്ന് എല്ലാവരും നന്നായിട്ട് ഈ സമ്മറിയും വായിക്കുക, ഒപ്പം തന്നെ നമ്മളുടെ ടെക്സ്റ്റും വായിക്കുക. അടുത്ത ക്ലാസ്സിൽ നമുക്ക് ഇതിൻ്റെ അനാലിസിസ് ഡിസ്കസ് ചെയ്യാം. ഓക്കെ.